സത്യം പറഞ്ഞാല് നമ്മള് വീട്ടമ്മമാരുടെ ഏറ്റവും തലവേദന പിടിച്ച ജോലികളിൽ ഒന്നാണ് ഈ ബാത്റൂം ക്ലീനിങ് അല്ലേ? എനിക്ക് ബാത്റൂം ക്ലീനിങ് വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല. എന്നാൽ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു രീതിയിൽ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഞാൻ എന്താണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്തതെന്നും പറഞ്ഞാൽ നിങ്ങൾക്കും ബാത്റൂം ക്ലീനിങ് ഈസിയായി തോന്നും. റിസൾട്ടും അടിപൊളിയാണ്. ഇന്ന് ഞാൻ എന്റെ ബെഡ്റൂമിലെ ബാത്റൂം ഡീപ് ക്ലീൻ ചെയ്യുകയാണ്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനവും ഞാൻ ചെയ്യുന്ന ഓരോ ട്രിക്കുകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണണേ. അബ്ബാസിന്റെ ബാത്റൂം ക്ലീനിങ് പരസ്യം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മുടെ വീട്ടിലെ ബാത്റൂം കഴുകാൻ അബ്ബാസ് ഒന്നും വരില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ പരസ്യത്തിൽ കാണുന്ന ഹാർപ്പിക്കിന്റെ ചുമന്ന കളറ് ലിക്വിഡാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതും ഉപയോഗിച്ചുകൊണ്ടിരുന്നതും നീല കളറിലെ ഹാർപ്പിക്കായിരുന്നു. പക്ഷേ ഈ റെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലീച്ചാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വല്ലാത്തൊരു സഫക്കേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറും ജനലും തുറന്നിട്ടിട്ട് വേണം ഈ ഹാർപ്പിക്ക് യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ശ്വാസം മുട്ടലുണ്ടാവും. ഇനി നമുക്കൊരു മാജിക് ലിക്വിഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് സർഫ് എടുത്തിട്ടുണ്ട്. സർഫിലേക്ക് കുറച്ച് നീല കളർ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഡെറ്റോളും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ, നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് സർഫ് ഇല്ലാത്ത വീട് ഉണ്ടാവില്ലല്ലോ. സർഫും സോഡാപ്പൊടിയും ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. സർഫും സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കുറച്ചിങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്താൽ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഇത് ഞാൻ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ക്ലീനിങ് പൗഡറാണ്. 1/2 കിലോയ്ക്ക് 240 രൂപയാണ് വരുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ ഇതെടുക്കുന്നത്. പിന്നെ ജനലിന്റെ വശങ്ങളിലും ചുറ്റിലും ഒക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള വലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ കുളിക്കുന്ന സമയങ്ങളിലാണ് ബാത്റൂം ക്ലീൻ ചെയ്യാറ്. അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്താറില്ല. മാത്രമല്ല ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കുളിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ബ്രഷ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ആമസോൺ വഴി വാങ്ങിയതാണ്. മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ജനലിന്റെ ആ ഒരു വശമാണ്. അതായത് നമ്മുടെ ലിക്വിഡും സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു വശമായിരുന്നു. അവിടെയൊന്നും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ആ ലിക്വിഡിന്റെയും സോപ്പിന്റെയും എല്ലാം കറയും അഴുക്കും ഒക്കെ അവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാജിക് ലിക്വിഡ് അവിടെ എല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇരുമ്പിന്റെ ഒരു കറ അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മണി പ്ലാന്റ് വെച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പിന്നെ ദേ ഈ ഒരു സോപ്പ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സോപ്പിന്റെ കഷ്ണമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലൗസിന് സ്ക്രബും കൂടി വരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് സോപ്പ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചുമര് നന്നായിട്ട് പതഞ്ഞു വരും. ചുമര് മുകളിലോട്ട് അഴുക്ക് കുറവായിരിക്കും. താഴ്ഭാഗത്ത് ദേ ഇതുപോലെ നല്ല രീതിയിലുള്ള അഴുക്കുണ്ടാവും. അത് നമ്മൾ കുളിക്കുന്നതിന്റെ വെള്ളം തെറിക്കുന്നതും അങ്ങനെയൊക്കെയാണ് താഴ്ഭാഗത്ത് ഏറ്റവും കൂടുതൽ അഴുക്ക് വരുന്നത്. മുകളിലേക്ക് അത്ര വെള്ളം തെറിക്കില്ലല്ലോ, അപ്പോൾ അഴുക്കും കുറവായിരിക്കും. സോപ്പിന് പകരം കുറച്ച് സർഫ് നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് പതപ്പിച്ചിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്താലും അഴുക്ക് നല്ല രീതിയിൽ ഇളകി വരും. കാരണം പത ഒരുപാട് ഉണ്ടാകുമ്പോഴാണല്ലോ അഴുക്ക് നന്നായിട്ട് ഇളകുക. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഏകദേശം 15 വർഷമായി ഈ വീട് വെച്ചിട്ട്. അപ്പോൾ ബാത്റൂമിനും അത്രത്തോളം പഴക്കം ഉണ്ടാകും. എന്ന് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മോശം അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. ഇനി നമ്മുടെ അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ കൂടി, അതായത് നമ്മൾ റെന്റിനൊക്കെ താമസിക്കുന്നതാണെങ്കിലും നമ്മൾ താമസിക്കുന്നിടത്തോളം കാലം അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് നമ്മുടെ അല്ലല്ലോ അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ട എന്ന ചിന്താഗതി വളരെ മോശമാണ്. പിന്നെ ഇത് നമ്മുടെ സോപ്പൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇവിടെ കഴുകാനായിട്ട് നമുക്ക് വേറെ ഒരു ലിക്വിഡിന്റെയോ അല്ലെങ്കിൽ സർഫിന്റെയോ ഒന്നും ആവശ്യമില്ല. സോപ്പ് ധാരാളം ഉണ്ട്. അപ്പോൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയാണ് ഇവിടെ ഇങ്ങനെ സോപ്പൊക്കെ അലിയിച്ചിടുന്നതും. അവളുടെ പരിപാടിയാണ് അതൊക്കെ. അവിടെ ബ്രഷൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴി നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കുന്ന ഓൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് വാങ്ങണമെന്ന്. പക്ഷെ പിന്നീട് ഒന്നും കൂടി ആലോചിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓൾറെഡി സോപ്പും ബ്രഷും ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ എന്താ പറയുക, ബോഡി വാഷോ അല്ലെങ്കിൽ ഷാമ്പോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രൊഡക്ട്സും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വെക്കാൻ അങ്ങനെ ഒരു പ്രത്യേകം ഇത്രയും പൈസ കൊടുത്ത് ഒരു സ്റ്റാൻഡ് വാങ്ങി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ബാത്റൂം എപ്പോഴും കാണാൻ ഒരു ഭംഗിക്കും അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. പിന്നെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ ഈ ഒരു ഹോൾ എന്തിനാണെന്ന് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അടുത്തതായിട്ട് നമ്മുടെ ക്ലീനിങ് പൗഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൈപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കറ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊന്നും അങ്ങനെ പൈപ്പ് ക്ലീൻ ചെയ്യാറില്ല. ആ ഫ്ലോർ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. ഹാൻഡ് പൈപ്പിൻ്റെ ആ ഒരു ഓസും എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നമുക്ക് വിളക്കും നമ്മുടെ പാത്രങ്ങളും ഒക്കെ നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും.
മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കാനാണ് സാധ്യത. ഇതൊരു കുടുംബശ്രീ പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഷവറിന്റെ പൈപ്പും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ തുടച്ചെടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം ഹൈറ്റിലാണല്ലോ. ഈ പൈപ്പുകളിലൊക്കെ ഇതുപോലെ വളയും ബണ്ണും ഒക്കെ കൊണ്ടിടുന്നത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ പരിപാടിയാണ്. ഞാനതൊക്കെ തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ പൈപ്പെല്ലാം ഏകദേശം കഴുകി കഴിഞ്ഞു. ദേ കണ്ടില്ലേ, നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കണ്ടാൽ മനസ്സിലാവും. പൈപ്പെല്ലാം നല്ല രീതിയിൽ വെളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിന്റെ ഈ ഒരു പൈപ്പിന്റെ വശങ്ങളിലൊന്നും വലിയ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ബ്രഷ് എടുത്ത് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലെ പൈപ്പ് അതങ്ങനെ കയറും ബ്രഷ്, പക്ഷെ അവിടെ നിന്ന് ക്ലീൻ ആവില്ല. പിന്നെ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ബാത്റൂം ഇതുപോലെ സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങുന്ന ഒരു ബ്രഷിനും ഇതുപോലെ ബാത്റൂമിന്റെ ഫ്ലോർ ക്ലീൻ ചെയ്തെടുക്കാൻ സ്ക്രബ് ചെയ്യുന്നത് പോലെ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എനിക്ക് ഡെലിവറി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നടുവേദനയും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഇതുപോലെ കുനിഞ്ഞു നിന്ന് ബ്രഷ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ക്ലീൻ ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ കൂടുതലും സ്ക്രബിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കളയാറായ ഒരു സോപ്പ് സ്ക്രബിന്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സർഫിന്റെ പൊടി ഇട്ടിട്ട് അതിൽ നന്നായിട്ട് തേച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ക്ലീനിങ് പൗഡറും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പുറമേ വൃത്തിയുള്ളതുപോലെ തോന്നിയാലും അഴുക്ക് അടിഞ്ഞു കൂടുന്നത് ഇങ്ങനെയുള്ള കോർണേഴ്സിലാണ്. ഇങ്ങനെ സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ടൈൽസിന്റെ ഇടയിലുള്ള കറയും സോപ്പിന്റെ പാടമൊക്കെ മുഴുവനായിട്ട് മാറ്റാം. വൃത്തിയുള്ള ബാത്റൂം കാണാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. ദേ കണ്ടില്ലേ, നമ്മുടെ ബാത്റൂം ഫ്ലോർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് ഞാൻ ക്ലോസറ്റ് കഴുകാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രഷാണ്. ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ബാത്റൂമിലെ വേറൊരു ഭാഗവും അങ്ങനെ കഴുകാറില്ല. ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ ഞാൻ എപ്പോഴും നീല ഹാർപ്പിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സമയത്ത് ഈ റെഡ് കളർ ഹാർപ്പിക്ക് കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ ക്ലോസറ്റിന്റെ കവറിൽ ആ ഒരു സീറ്റിൽ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്ലാസ്റ്റിക് അവിടെ നിന്ന് ഇളകി പോകുകയും പിന്നീട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് അഴുക്കല്ല, അതൊരു പാടാണ്. ആ പാട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അഴുക്കായിട്ട് തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതേ കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബാത്റൂമിന്റെ ഡോറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സോപ്പിന്റെ പതയും അങ്ങനെയുള്ള കുറച്ച് അഴുക്കും കറകളൊക്കെ ഡോറിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാൻ നേരത്തെ എടുത്തു മാറ്റിയ എല്ലാ സാധനങ്ങളും തിരിച്ചു വെച്ചു കൊടുക്കാം. കുഞ്ഞു മക്കളുള്ള വീട്ടിൽ ബാത്റൂം ക്ലീൻ ആയിട്ട് കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആണ്. അത് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമ്മുടെ കിങ്ങിണിക്കുട്ടി എന്ത് ക്രാഫ്റ്റ് ചെയ്താലും അതിന്റെ വേസ്റ്റ് എല്ലാം വരുന്നത് ബാത്റൂമിലാണ്. വാട്ടർ കളറിന്റെ ആയാലും പേപ്പറിന്റെ ആയാലും അവൾ ഇടയ്ക്ക് എന്തൊക്കെയോ പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറച്ച് പേപ്പറും സോപ്പും എല്ലാം കൂടി കലക്കി ഇങ്ങനെ ബാത്റൂമിനകത്ത് ഇടാറുണ്ട്. പിന്നെ വാട്ടർ കളറും അതുപോലെ കലക്കി എല്ലാം കൊണ്ട് ബാത്റൂമിലാണ് ഒഴിക്കാറ്. പിന്നെ ഞാൻ വർഷങ്ങളായി ദീദിയുടെ ഈ ഒരു ഷാംപൂണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആഴ്ചതോറും ഒന്നും ഉപയോഗിക്കാറില്ല. എപ്പോഴെങ്കിലും എനിക്ക് തോന്നുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ദീദി അല്ലാതെ വേറെ ഏത് ഷാംപൂ എൻ്റെ തലയുടെ ഏതെങ്കിലും വശത്തുകൂടി പോയാൽ തന്നെ എൻ്റെ മൈഗ്രെയിൻ അപ്പോൾ വരും. അപ്പോൾ ഇന്നത്തെ ബാത്റൂം ക്ലീനിങ് വീഡിയോയും എൻ്റെ ചെറിയ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.